പിന്നെ ഞങ്ങൾ കുവൈറ്റിലാണ് ഉള്ളത്. ഞാൻ അവിടുത്തെ നേഴ്സാണ്. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടുത്തെ ഡോക്ടർമാരെല്ലാം കൺസൾട്ട് ചെയ്തു. ഒത്തിരി ഏതാണ്ട് 5 ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങൾ പോയി. അതിനുശേഷം ഒരു കുറവും ഉണ്ടായില്ല. പിന്നെ ഞാനിവിടെ വരാമെന്നൊരു ദൈവത്തിൻ്റെ അനുഗ്രഹം ഇവിടെ ഒത്തിരി പേര് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരു വിശ്വാസത്തിൽ വളരാൻ വേണ്ടിയിട്ടാണ് ഈശോ ഇത്രയും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് വരെ നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. എനിക്ക് ഈശോയെ കാണുമ്പോൾ തന്നെ ചങ്ക് പൊട്ടുക, അത്രയും പറയാൻ എനിക്ക് പറ്റുന്നുള്ളൂ. ഇത് തിരുസഭ അംഗീകരിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോൾ അതൊരു അത്ഭുതമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഇന്നും ഈശോയുടെ തിരുമുഖം അതിനെക്കാട്ടും മനോഹരമായി തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് വിളക്കന്നൂർ ദേവാലയത്തിലാണ്. നമ്മളോടൊപ്പം ചേരുന്നത് നടുവിൽ പള്ളി ഇടവക വികാരി ഫാദർ ജോബി ചെരുവിലച്ചനാണ്. അച്ഛാ, സ്വാഗതം. നമ്മളിപ്പോൾ വിളക്കന്നൂർ ദേവാലയത്തിലായിരിക്കുകയാണ്. അച്ഛൻ നടുവിൽ പള്ളി ഇടവകയിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുകയാണ്. അച്ഛനെ ഈ ഒരു ദേവാലയത്തിലേക്ക് എത്തിച്ചേരാൻ പ്രചോദിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് അച്ഛാ? അതൊന്ന് വിശദീകരിക്കാമോ? ഞാൻ വികാരിയച്ഛൻ പറഞ്ഞതനുസരിച്ച് കുമ്പസാരത്തിനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാനിവിടെ വന്നത്. കുമ്പസാരം വളരെ ആത്മാർത്ഥമായി പശ്ചാത്താപത്തോടുകൂടി അനുതാപത്തോടുകൂടി കുമ്പസാരിക്കുന്ന ധാരാളം ആളുകൾ ദിനം പ്രതി ഇവിടെ വരുന്നുണ്ട്. ഞാൻ ഈ വിളക്കന്നൂർ ഇടവകയുടെ തൊട്ട് അടുത്ത ഇടവകയായ നടുവിൽ പള്ളി വികാരിച്ചനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം ആളുകൾ നിരന്തരം വന്ന് പോകുന്നതും അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതുമായിട്ട് അറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഇടയ്ക്ക് വന്ന് ഈ ഇടവകയെ സഹായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അച്ഛൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി സംഭവിച്ച ഒരു ആത്മീയ അനുഭവം ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ടോ? അതൊന്ന് പങ്കുവെക്കാമോ? വ്യക്തിപരമായിട്ട് ഇവിടെ ഇടയ്ക്ക് വന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഒരു ദൈവസാന്നിധ്യത്തിൻ്റെ ഇടമായിട്ട് ഈ വിളക്കന്നൂർ ദേവാലയം മാറുന്നുണ്ട്. ധാരാളമായിട്ട് ഇവിടെ ഈശോയോട് കുറച്ചുകൂടി വ്യക്തിപരമായ അടുപ്പവും ബന്ധവും തോന്നാൻ ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ സാന്നിധ്യം ഇടയാക്കുന്നുണ്ട്. ഓരോ ദിവ്യകാരുണ്യ ഓരോ വിശുദ്ധ കുർബാനയും ഓരോ അടയാളമാണ്. അത് ഈ ഒരു വിശുദ്ധ കുർബാന മാത്രമല്ല, എല്ലാ വിശുദ്ധ കുർബാനയും ഓരോ അത്ഭുതമാണ്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഒരു വിശ്വാസ തീഷ്ണതയിലേക്ക് വളർത്താൻ സഹായിച്ചിട്ടില്ലേ? സഭയുടെ കാഴ്ചപ്പാടനുസരിച്ച് അത്ഭുതമെന്ന് പറയുന്നത് ഓരോ വിശുദ്ധ കുർബാനയുമാണ്. ഈ ഇവിടെ സംഭവിച്ചിരിക്കുന്ന അത്ഭുതത്തെ, ആ തിരുമുഖ ദർശനത്തെ അല്ലെങ്കിൽ തിരുമുഖ പ്രതിച്ഛായയെ നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്നത് അത് ദിവ്യകാരുണ്യത്തിൻ്റെ അടയാളമായിട്ടാണ്. എല്ലാ വിശുദ്ധ കുർബാനയും അത്ഭുതമാണെങ്കിൽ ഇതൊരു അടയാളമാണ്. അതായത് ദൈവത്തിങ്കിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതും അതുപോലെ ഓരോ വിശുദ്ധ കുർബാനയും അത്ഭുതമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുവാൻ ദൈവം പ്രത്യേകമായി നൽകിയ ഒരു അടയാളവുമാണ് ഈ ദിവ്യകാരുണ്യ മുഖത്തിൻ്റെ രൂപം. അച്ഛൻ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ഇടവക വികാരിയാണ്. അപ്പോൾ അച്ഛൻ്റെ ഇടവകയിൽ നിന്നും കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ടാകും. അവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ധാരാളം പേര് വരുന്നുണ്ട്, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊരു ദൈവാനുഭവമായിട്ട് അവർ പറയാറുമുണ്ട്. അല്ലാതെ അതിനെ പ്രത്യേകിച്ച് അവർ പ്രത്യേക ഒരു അനുഭവമായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒരു അത്ഭുതം എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് പറയുന്നില്ല. എന്നാൽ ദൈവസാന്നിധ്യത്തിൻ്റെ ഇടയമായിട്ട് കാണുകയും ധാരാളം പേർ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ കുറേയധികം ആൾക്കാർ ഇങ്ങോട്ട് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും കുറേ ആൾക്കാർ അവിശ്വാസികളായിട്ട് തുടരുന്നുണ്ട്. ദിവ്യകാരുണ്യം ഈശോയെ വിശ്വസിക്കാത്തവരായിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. അവരോടൊക്കെ അച്ഛൻ എന്താണ് പറയാനുള്ളത്? ദിവ്യകാരുണ്യം അത് എന്നും ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിന്നിട്ടുണ്ട് ചരിത്രത്തിൽ. അത് പക്ഷേ ഓരോരോ കാലഘട്ടങ്ങളിൽ ദൈവം പ്രത്യേകമായി ഇടപെടുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ധാരാളം ആളുകൾ ഇതൊരു സാന്ത്വനമായിട്ടും ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ടും കരുതുകയും വരികയും പ്രാർത്ഥിക്കുകയും ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സംശയം ഉണ്ടാകുന്നു എന്നതുകൊണ്ട് വിശ്വാസമില്ല എന്നർത്ഥമില്ല. പക്ഷേ ഓരോ സംശയങ്ങളും അല്ലേ, തോമാസ് ശ്ലീഹായുടെ പോലും ഒരു ക്രിസ്തുവിനോടുള്ള ഒരു സംശയത്തിൻ്റെ ഉത്തരമായിട്ടാണ് വഴിയെ സത്യവും ജീവനും ഞാനാണ് എന്ന വലിയ വെളിപ്പെടുത്തലുണ്ടായത്. അതുകൊണ്ട് ഒന്ന് സംശയിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വാസം ഇല്ലായ്മയല്ല. അത് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ വ്യക്തതയോടുകൂടിയും കൃത്യതയോടുകൂടിയും വിശ്വാസത്തിലേക്ക് വളരാൻ അത് സഹായമാകുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈശോയുടെ തിരുമുഖം ദർശിക്കാൻ വേണ്ടി ഇവിടെ എത്തിയ ഒരു കുടുംബമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ചേച്ചി ഈശോ ശേസ്തിയായിരിക്കട്ടെ, ഒന്ന് പരിചയപ്പെടുത്താമോ? ഷിൻഡോ എന്നാണ്.
വരുന്നത് എവിടുന്നാണ്? അപ്പോൾ ഈശോയുടെ തിരുമുഖം ദർശിക്കാൻ വേണ്ടി നിങ്ങൾ അവിടുന്ന് വന്നതാണ്. ഇതിനെക്കുറിച്ച് കേട്ടറിഞ്ഞു, ആദ്യമേ അറിഞ്ഞല്ലോ, ഈ ഇടവകക്കാരല്ലാത്തതുകൊണ്ട് കേട്ടറിഞ്ഞതായിരിക്കും. ആ ഒരു സമയം ആദ്യമായിട്ട് എന്തായിരുന്നു തോന്നിയത്? എൻ്റെ ആൻറ്റിയുടെ ഇടവകയാണിത്. ഇടവക വന്നപ്പോൾ ഇവിടെ ആൻറ്റിയുടെ അടുത്ത് വന്നതാണ്. അന്നേരം ഇങ്ങനെ അറിഞ്ഞു, ഈശോനെ പറ്റി കാണണം, ആഗ്രഹം ഒത്തിരി ആഗ്രഹത്തോടു കൂടിയാണ് ഈശോയുടെ അടുത്ത് വന്നത്. എൻ്റെ ഒരു ഫ്രണ്ടും ഇതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും ഒത്തിരി ഈ തിരുമുഖത്തിനെ പറ്റി കേട്ടപ്പോൾ മുതൽ ഒത്തിരി വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. എൻ്റെ മോന് സർജറി പറഞ്ഞതാണ്, അഡിനോയിഡ് ടോൺസിലൈറ്റിസുമായിട്ട്. ഈശോയോട് പ്രാർത്ഥിച്ച് അത് കംപ്ലീറ്റ് മാറി, അതിന് നന്ദി പറയാനായിട്ടാണ് ഇപ്പോൾ വന്നത്. എല്ലാവരും ഈശോയെ ഒന്ന് കാണണം, അനുഭവിക്കണം എന്നുള്ളത്. ചേച്ചിയാണെങ്കിൽ ജീവിതത്തിൽ സംഭവിച്ചൊരു അനുഭവത്തിന് ഈശോയുടെ നന്ദി പറയാനായിരുന്നു. എപ്പോഴായിരുന്നു ആ ഒരു സംഭവം? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? 2023 ഏപ്രിൽ 24 ഇതിന് വല്ലാണ്ട് കൂടിപ്പോയി. പനിച്ച് മുഖത്തിൻ്റെ ഷേപ്പുകളെല്ലാം മാറി, ഒത്തിരി ടോട്ടലി കൊച്ചു മാറിപ്പോയി ഇവന്. പിന്നെ ഞങ്ങൾ കുവൈറ്റിലാണ് ഉള്ളത്. ഞാൻ അവിടുത്തെ നേഴ്സാണ്. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടുത്തെ ഡോക്ടർമാരെല്ലാം കൺസൾട്ട് ചെയ്തു. ഒത്തിരി ഏതാണ്ട് 5 ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങൾ പോയി. അതിനുശേഷം ഒരു കുറവും ഉണ്ടായില്ല. പിന്നെ ഞാനിവിടെ വരാമെന്നൊരു ഈശോയുടെ അടുത്ത് വരാമെന്ന് ഇവിടെ ഉണ്ടായപ്പോൾ ഇവന് പ്രീ ടൈം ബേബിയാണ്. ഉണ്ടായപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചായിരുന്നു. ഇനി സാഹചര്യം കിട്ടുമ്പോൾ ഇവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചു. ഇനി സർജറി കൂടാതെ അവന് കംപ്ലീറ്റ് ക്യൂറായി. ഇപ്പോൾ ഒരു അഡിനോയിഡിന് യാതൊരു പ്രശ്നങ്ങളും ഇപ്പോൾ അവനെ അലട്ടുന്നില്ല. എൻ്റെ ഹസ്ബൻഡിന് 4 വർഷമായിട്ട് സീസറൽ ആർട്ടിക്കേരിയ എന്ന് പറഞ്ഞ അസുഖം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇവൻ്റെ അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഈശോയുടെ എൻ്റെ ഈശോയെ ഈ എല്ലാ വർഷവും കുവൈറ്റിൽ ചൂട് കൊടുക്കുന്ന സമയത്ത് ദേഹം മുഴുവൻ ചൊടിഞ്ഞ് തടിക്കുമായിരുന്നു. കൊണ്ടുവരാം എന്നിങ്ങനെ പറഞ്ഞു. നിന്നെ എന്ന് കാണാൻ അനുഭവിക്കുന്നോ അന്ന് കഴിഞ്ഞ വർഷം പോയിട്ട് ഞങ്ങൾ ഈ വർഷം ലീവിന് വരുന്നത്. അങ്ങനെ ഇവിടെ വന്ന് ഒത്തിരി അനുഭവം ഉണ്ടായി. ഈ വർഷം അത് വന്നില്ല. അതൊരു വലിയ അനുഭവം തന്നെയാണ്. അനുഗ്രഹങ്ങളുടെ ഒരു കൃപ തന്നെയാണ് ദൈവം നമ്മുടെ കുടുംബങ്ങളിൽ ചൊരിയുന്നത്. ഈശോയെ കണ്ടപ്പോൾ എന്നാ തോന്നി കുഞ്ഞാ? ഈശോയെ നേരിട്ട് കണ്ടോ? ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ തന്നെയാണോ? കണ്ടു. ഈശോയെ കണ്ടപ്പോൾ എന്നാ തോന്നി? ഈശോയ്ക്ക് പ്രാർത്ഥിച്ചു. ആണോ? അപ്പോൾ നമ്മുടെ മോൻ എന്നാ തോന്നി ഈശോയെ കണ്ടപ്പോൾ? അപ്പോൾ ചേട്ടാ, നമ്മളിപ്പോൾ ജീവിതത്തിൽ പല അവസരങ്ങളിലും വിശുദ്ധ കുർബാനയൊക്കെ സംശയിച്ച കുറേ ആൾക്കാർ, നമ്മൾ സംശയിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ അങ്ങനെയുള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവരോടൊക്കെ എന്താ പറയാനുള്ളത് ചേച്ചി? എൻ്റെ ജീവിതത്തിൽ ഞാൻ പറ്റാവുന്നത്രയും ദിവസങ്ങളിൽ ദിവ്യബലിക്ക് പോകും, വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യും. ഇനിയും അതിൽ കൂടുതൽ പ്രചോദനയായി ഇത്രയും അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ഇനിയും ക്രിസ്തുവിൽ കൂടുതൽ പേരെ വിശ്വാസത്തിലേക്ക് അടുപ്പിക്കാനും ഈ വിശ്വാസത്തിൽ അടിയുറച്ച് വിൽക്കാനും ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ്. മണ്ഡലംപള്ളി സെൻറ് ജൂഡ് ഇടവക ദേവാലയത്തിലെ കൊച്ചച്ഛനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. അച്ഛാ, ഈശോമിശിഹായ്ക്ക് നമ്മളെല്ലാവരും ഒരു വിശ്വാസ തീക്ഷ്ണതയിൽ ആഴപ്പെടുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നൊരു അടയാളമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അച്ഛാ, ഇതൊക്കെ കാണുമ്പോൾ അച്ഛൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം, വിശ്വാസികളോടൊക്കെ എന്താണ് പറയാനുള്ളത്? എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഓർഡിനേഷൻ കണ്ട ഒരു 2 മാസമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു വേറെ സ്ഥലത്തേക്ക് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയതായിരുന്നു. ഞാൻ ആന്ധ്രയിലേക്ക് പോകാൻ വേണ്ടി ഇരുന്നായിരുന്നേ. അപ്പോഴാണ് പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ടാന്ന് തോന്നുന്നു എനിക്കിവിടെ ഈ മണ്ഡലത്തിലേക്ക് വരാണ്ട് സാധിച്ചതും. മണ്ഡലം നമ്മുടെ വളക്കനൂർ ദേവാലയം തൊട്ടടുത്തുള്ള ദേവാലയമാണ്. അവിടെ വരാൻ സാധിച്ച എൻ്റെ ഒരു വലിയൊരു ഭാഗ്യം കൂടി കണക്കാക്കുകയാണ്. കാരണം നമ്മുടെ ഇപ്പം ജീവിക്കുന്നൊരു അത്ഭുതം കാണുവാനായിട്ട് നമ്മുടെ കണ്ണുകളെയും നമ്മുടെ ജീവിതത്തെ അനുവദിച്ചിരിക്കുകയാണ്. ഇവിടെ ഒന്ന് ബലിയർപ്പിക്കുവാനും ഇവിടെ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിച്ചത് ദൈവത്തിൻ്റെ പ്രത്യേകം ഇടപെടലായിട്ട് കണക്കാക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകം അനുഗ്രഹം ലഭിക്കുവാനായിട്ട് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരണമെന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ഒത്തിരി പേര് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രത്യേകമുള്ള അനുഗ്രഹങ്ങൾ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള സംരക്ഷണം ഇവർക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളൊരു ഉറപ്പ് കുറേ പേരൊക്കെ നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇവിടെ കുമ്പസാരത്തിനൊക്കെ വരുമ്പോഴും ഇവിടെ കുർബാന അർപ്പിക്കാൻ വരുമ്പോഴൊക്കെ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു തീക്ഷ്ണതയും ജനങ്ങളുടെ ഒരു താല്പര്യം നമുക്ക് മനസ്സിലാകുന്നത് അവർ അത്രമാത്രം വിശുദ്ധ കുർബാന സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. വിശുദ്ധ കുർബാനെ സ്നേഹിക്കുവാനും വിശുദ്ധ കുർബാനെ കൂടുതലായിട്ട് അടുത്തറിയുവാനും ഈ ഒരു അത്ഭുതം നമുക്ക് അവസരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. വെളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിലെ ട്രസ്റ്റി ആയിട്ടുള്ള ഷാജി ചേട്ടനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. ചേട്ടാ, ഈശോമിശിഹായ്ക്ക്. ചേട്ടന് 2013 ഈ ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിക്കുമ്പം അന്ന് മുതൽ അന്നത്തെ ട്രസ്റ്റി ആയിരുന്നു. ഇന്നും
ചേട്ടന് ഈ ഒരു ഇടവകയുടെ ട്രസ്റ്റിയാണ്. അപ്പോൾ ചേട്ടന് ആ ഒരു സമയത്തിലുണ്ടായ ഒരു വ്യത്യാസം, ആ ഒരു സമയം ഈ ഇടവകയിൽ സംഭവിച്ച മാറ്റങ്ങൾ അതൊക്കെ നേരിട്ട് കാണാനും ഈശോയുടെ തിരുമുഖം ആദ്യമായിട്ട് കാണാനുള്ള ഒരു അനുഗ്രഹം ചേട്ടന് ലഭിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് കാണുന്നത്? 2013 നവംബർ മാസം 15-ാം തീയതിയാണ് രാവിലെ 6:30 വിശുദ്ധ കുർബാനത്തെ നമ്മൾ തോമസ് പതിക്കലച്ചനാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചത്. അന്നാണ് ഈ അത്ഭുതം സംഭവിച്ചത്. അന്ന് ധാരാളം ആളുകൾ 3 ദിവസം ഇവിടെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ തിരുവോസ്തി. ധാരാളം ആളുകൾ നാനാഭാഗങ്ങളിൽ നിന്ന് ഇവിടെ വരികയും ഈ തിരുവോസ്തി കണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹീതരായി മടങ്ങുകയും ചെയ്തു. കുറേ പേര് അന്ന് സംശയമൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടാകാം. അതൊക്കെ എങ്ങനെയായിരുന്നു? ഈ ഒരു ഇടവകയിലുള്ള ആൾക്കാരുടെയൊക്കെ പ്രതികരണം എങ്ങനെയായിരുന്നു? അന്ന് പല ഭാഗത്തു നിന്നും ഇതിലൊരു സംശയമുണ്ടായിരുന്നു. ഇതൊരു മാൻമേഡ് സൃഷ്ടിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് പല ഭാഗത്തു നിന്നും ഇതൊക്കെ ഉണ്ടായി. പക്ഷേ നീണ്ട 13 വർഷത്തിന് ശേഷം ഇപ്പോൾ അതൊരു അത്ഭുതമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അന്നേ ഞങ്ങളൊക്കെ ഉറച്ച് വിശ്വസിച്ചു അതൊരു അത്ഭുതമാണെന്ന് ഞങ്ങളന്ന് വിശ്വസിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോഴും എല്ലാവർക്കും ബോധ്യമായി. ഇത് തിരുസഭ അംഗീകരിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോൾ അതൊരു അത്ഭുതമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഇന്നും ഈശോയുടെ തിരുമുഖം അതിനെക്കാട്ടും മനോഹരമായി തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ മഴക്കാലമാണ്. കുറേ ആൾക്കാർ എങ്ങനെയാണ് ഇവിടെ ജനത്തിരക്കൊക്കെ എങ്ങനെയാണ്? ഇപ്പം ഭയങ്കര ജനത്തിരക്കാണ്. കേരളത്തിലെ നാനാഭാഗങ്ങളിൽ നിന്നും, അതായത് തൃശ്ശൂർ, എറണാകുളം ഭാഗങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഇടവക്കാർ പരമാവധി സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. വരുന്നവർക്ക് ഉള്ള ഫുഡും മറ്റ് ചെറിയ ഫ്രഷ് ആകാനുള്ള സൗകര്യങ്ങളെല്ലാം നമ്മൾ പരമാവധി നമ്മളെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ വരുന്നവരെ സ്വീകരിക്കാൻ ഞങ്ങൾ ഒരുക്കുവാണ്. നേരത്തെ വിളിച്ചു പറഞ്ഞ് വരുന്നവർക്ക് ഞങ്ങൾ ഫുഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ പരമാവധി ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന ഒരു ദിവസം എത്ര തവണ ഉണ്ടാവും? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അതായത് തിങ്കൾ മുതൽ വ്യാഴം വരെ ദിവസം 3 കുർബാനയാണ്. രാവിലെ 6:30, 11 മണിക്കും വൈകുന്നേരം 6 മണിക്കും. വെള്ളി, ശനി, ഞായർ അത് 5 കുർബാനയുണ്ട്. രാവിലെ 6:30, അത് കഴിഞ്ഞ് 10:30, 12:30, 3:30, വൈകുന്നേരം 6 മണി. അത് ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ 5:30, 7:30, 9:30, 12:30, 3:30, 5:30, 7:30 അത്രയും കുർബാന ഞായറാഴ്ചകളിലുണ്ട്. എല്ലാ കുർബാനകളിലും ധാരാളം ആളുകൾ പങ്കെടുക്കുന്നുമുണ്ട്. യാത്രാ സൗകര്യം കുറേ പേർക്ക് സംശയമുണ്ടാവും. ഈ വിളക്കന്നൂർ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഗ്രാമമാണ്. ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള ഒരു വഴി എങ്ങനെയാണെന്നൊന്ന് പറയാമോ? വിളക്കന്നൂർ ഇതൊരു അറിയപ്പെടാത്തൊരു ഗ്രാമമായിരുന്നു അത്ഭുതം സംഭവിക്കുന്നവരെ. അതുകൊണ്ട് വിളക്കന്നൂർ എന്നാരും കേട്ടിട്ടുള്ളൊരു സ്ഥലമല്ല. ഇപ്പോഴിത് ലോകത്ത് മുഴുവൻ പ്രശസ്തമായൊരു പേരാണ് വിളക്കന്നൂർ. അതായത് കണ്ണൂരിൽ നിന്ന് വരുന്നവർക്ക് ട്രെയിൻ ഇറങ്ങിയിട്ട് ഒന്നെങ്കിൽ അവിടുന്ന് തളിപ്പറമ്പ് ബസ്സിന് കയറി അത് കഴിഞ്ഞ് കുടിയാൻമല ബസ്സിന് കയറിയാൽ വിളക്കന്നൂർ വന്നിറങ്ങാം. അതുപോലെ ഇരിട്ടി സൈഡിൽ നിന്ന് വരുന്നവർക്ക് ചെറുപുഴ ബസ്സിന് വന്നാലും വിളക്കന്നൂർ വഴിയാണ് പോകുന്നത്, വന്നിറങ്ങാം. ട്രെയിൻ വരുന്നവർ ധാരാളം പേര് രാവിലെ വന്ന് കണ്ണൂരിൽ നിന്ന് ഒന്നെങ്കിൽ അവിടുന്ന് ട്രാവലറൊക്കെ കൂട്ടി ഇവിടെ വന്ന് ഇത് കണ്ട് വീണ്ടും തിരിച്ചു പോകുന്നുണ്ട്. ഈ ദിവസങ്ങളിലെ വലിയൊരു ജനത്തിരക്കാണ് അത് കഴിഞ്ഞതിന് ശേഷം അനുഭവപ്പെടുന്നത് അല്ലേ? അതിനുശേഷം വലിയ തിരക്കുകളാണ്. അതായത് അവധി ദിവസങ്ങളിൽ ഹോളിഡേയ്സിൽ ഭയങ്കര ജനങ്ങളാണ്. അത് കൂടുതലും ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ ഭാഗങ്ങളിൽ നിന്നുള്ളതാണ് വരുന്നത്. അത് നേരത്തെ വിളിച്ചു പറഞ്ഞ് വരുന്നവരുണ്ട്. അവർക്കുള്ള പരമാവധി ഞങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ ഒരു മഴക്കാലത്തും വളരെയധികം ആളുകളാണ് ഈശോയുടെ തിരുമുഖം ദർശിക്കാൻ വേണ്ടി, ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതലേ ഇവിടെ ദിവ്യകാരുണ്യ ആരാധനയും വിശുദ്ധ കുർബാനയും സജീവമായി ഇവിടെ വളരെയധികം ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിശുദ്ധ കുർബാനയിലും ആരാധനയിലും രാവിലെ മുതലേ ഇവിടെ പങ്കെടുത്ത ഒരു ചേച്ചി നമ്മളോടൊപ്പം ഉണ്ട്. ചേച്ചി ഈശംശേസ്തിയായിരിക്കട്ടെ. ഞാൻ ഈശോയുടെ തിരുമുഖം കണ്ട ആ ദിവസം തന്നെ വന്ന് ഈശോയെ കണ്ടു. പിന്നെ ഈശോ ഇത്രയും അടുത്ത് നമ്മുടെ അടുത്ത് വന്നിട്ടും എല്ലാവർക്കും ഒരു വിശ്വാസത്തിൽ വളരാൻ വേണ്ടിയിട്ടാണ് ഈശോ ഇത്രയും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് വരെ നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. എനിക്ക് ഈശോയെ കാണുമ്പോൾ തന്നെ അങ്ങ് ചങ്ക് പൊട്ടുക, അത്രയും പറയാൻ എനിക്ക് പറ്റുന്നുള്ളൂ. അതുപോലെ നമ്മളെ ഈശോ സ്നേഹിക്കുന്നുകൊണ്ടാണ് നമ്മളോട് ഇത്രയും അടുത്ത് ഈശോ നിൽക്കുന്നത്. പിന്നെ ഈശോ ഇങ്ങനെ വന്നത് നമ്മളെ എല്ലാവർക്കും ലോകത്തിലെല്ലാവർക്കും കൂടുതലായിട്ടും വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. വഴിതെറ്റിപ്പോയവരുണ്ടല്ലോ, ഈശോയെ അറിയാത്തവരും കൂദാശകളിൽ നിന്ന് മറന്നു ജീവിക്കുന്നവരും ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നല്ലൊരു മക്കളായി വളരാൻ വേണ്ടിയിട്ടാണ് ഈശോ നമ്മളെ തിരുമുഖമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ചേച്ചി, നമ്മൾ ഈ വിളക്കന്നൂര് ഇതൊരു പ്രഖ്യാപനം വരുന്നതിന് മുമ്പേ ഇവിടെ വന്നിരുന്നു. അതായത് ഇവിടെ സംഭവിച്ച 2013 വന്നു. അന്നത്തെ ആ ഒരു അനുഭവം പങ്കുവെക്കാവോ? അന്ന് തന്നെ ഞങ്ങൾക്ക് കണ്ടിട്ട് ചങ്കുപൊട്ടി കരയാനല്ലാതെ വേറെ ഒന്നും പറ്റിയില്ല. അത്രമാത്രം നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ ഓർക്കാൻ പറ്റില്ലാത്ത കാര്യമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ റോമിൽ കൊണ്ടുപോയിട്ട് എല്ലാം സ്ഥിരീകരിച്ച് പോരാനേ പറ്റുള്ളൂ, അല്ലാതെ നമുക്കിത് ഇവിടെ വെച്ചിട്ട് വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സ്ഥിരീകരിച്ച് ഈശോയാന്ന് തന്നെ സ്ഥിരീകരിച്ച് ഇവിടെ കൊണ്ടുവന്നു. അന്ന് ഞാനിവിടെ വന്നു. ഞാൻ എല്ലാം കൂടുന്നുണ്ട്, എനിക്ക് പറ്റുന്ന ദിവസങ്ങളിൽ വരുന്നുണ്ട്, കൂടുന്നുണ്ട്. ഈശോയുടെ സ്നേഹം നമുക്ക് ഇതിൽ കൂടുതൽ അനുഭവിക്കാൻ വേറൊരു അവസരം കണ്ട് വിശ്വസിക്കാൻ, നിങ്ങൾ എന്നെ കണ്ട് വിശ്വസിക്കൂ എന്നാണ് ഈശോ നമ്മളോട് പറയുന്നത്. ഇപ്പോൾ കുറേ അനേകം ആൾക്കാർ ഇപ്പോഴും വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. അവരോടൊക്കെ അമ്മച്ചിക്ക് എന്നാ പറയാം? എനിക്ക് പറയാനുള്ളത്, ഈശോ നമ്മുടെ അടുത്ത് വന്നപ്പോഴേലും നമുക്ക് ഈശോയെ വിശ്വസിക്കണം. വഴിതെറ്റി നടക്കുന്നവരെയൊക്കെ തിരിച്ചു വരണം. അതിന് വേണ്ടിയിട്ടാണ് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഭൂമി വരുമ്പോൾ, ഞാൻ ഇനി പോയിട്ട് ഭൂമിയിലേക്ക് വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ബൈബിളിൽ ചോദിച്ചിട്ടുണ്ടല്ലോ. അത് കാണാതെ ഈശോ വരുമ്പോൾ എല്ലാവർക്കും വിശ്വാസമായിട്ട് ജീവിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ കുറേ ആൾക്കാർ വരുന്നുണ്ട്, പലരും പല അനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത്. ചേച്ചിയുടെ ജീവിതത്തിൽ അങ്ങനെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടോ? വ്യക്തിപരമായിട്ട് വന്നത് എന്നെ ഈശോ പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് എൻ്റെ ഈശോ എന്നെ പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. അതെനിക്കറിയാം, നല്ലപോലെയുണ്ട്. ഈശോയുടെ ഒരു ഭയങ്കര ഒരു അനുഭവമുണ്ട് നമുക്ക്. ഇപ്പോൾ തന്നെയാണ് ഇവിടെ ഈശോയുടെ മുമ്പിൽ ഇരുന്നപ്പോൾ തന്നെ എന്താണെന്ന് പറയാൻ പറ്റില്ല, അത്ര ഒരു ഇതുണ്ടായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. IT ഹബ് എന്ന് പറയുന്ന പോലെ ഒരു ദിവ്യകാരുണ്യ ഹബ്ബായി മാറിയിരിക്കുകയാണ് ഈ മലബാറിലെ കൊച്ചു ഗ്രാമവും ഈ ക്രിസ്തുരാജ ദേവാലയവും. ക്രൈസ്തവരും അക്രൈസ്തവരുമായിട്ടുള്ള നിരവധി ആളുകളാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം, ഈശോ അടയാളം നൽകിയ ഈശോയുടെ തിരുമുഖം ദർശിക്കാൻ വേണ്ടി ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ജീവിക്കുന്ന ഈശോയുടെ ഈ അടയാളം അനേകർക്ക് ഹൃദയത്തിൽ ആനന്ദവും ആശ്വാസവും പകരുന്നതാകട്ടെ. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജോൺസണൊപ്പം മരിയ, ഗുഡ്നസ് ന്യൂസ്.